ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോണിക് കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻഡക്ഷൻ മെഷീനിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇൻഡക്ഷൻ മെഷീനിലെ അടുത്തതായിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ പവർ സ്റ്റേജസ് വരെയാണ് നോക്കിയതല്ല. നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പവർ സ്റ്റേജസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കിയത് നമ്മൾ കോഗിങ് ക്രോളിങ് കാര്യങ്ങൾ നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉള്ള സാധനം പവർ സ്റ്റേജസ് നമ്മൾ ഫിനിഷ് ആയതാണ്. എന്നാലും പവർ സ്റ്റേജസിൻ്റെ ഞാൻ 2-3 ഫോമുലാസ് മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, പവർ സ്റ്റേജസിൻ്റെ നേരത്തെ ഞാൻ കാണിച്ചു തന്ന ആ സെയിം ഫിഗർ തന്നെയുണ്ട്. പിന്നെ ഒരു പവർ സ്റ്റേജസിൻ്റെ ഫിഗറാണിത്. ഓക്കെ, പവർ സ്റ്റേജസ് ഒന്നുകൂടി ഒന്ന് ബ്രീഫ് ചെയ്യാം, കാരണം ഇങ്ങനത്തെ ഒരു ഫിഗറിലൂടെയും പഠിക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ അതിന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഒരു ബ്രീഫിങ് തരുന്നതാണ്. അപ്പോൾ ഇതാണ് പവർ സ്റ്റേജസ്. നമ്മൾ ഇൻപുട്ട് പവർ, അതിൻ്റെ ഇടയിൽ സ്റ്റേറ്റർ കോപ്പർ അയൺ ലോസ് വരും, റോട്ടർ ഇൻപുട്ട് വരും. റോട്ടർ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്ററിൻ്റെ ഔട്ട്പുട്ടാണ്, പിന്നെ റോട്ടറിൻ്റെ കോപ്പർ ലോസ്. ഓക്കെ, പിന്നെ മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണ് ഗ്രോസ് ടോർക്കാണ്. മെക്കാനിക്കൽ പവർ ഉണ്ടാക്കുന്ന ഗ്രോസ് ടോർക്കാണ് കേട്ടോ. അതുപോലെ ഷാഫ്റ്റ് ഉണ്ടാക്കുന്നതാണ് പി ഔട്ട്, ഷാഫ്റ്റ് ടോർക്ക്, TSH എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ചില സ്ഥലത്ത് നിങ്ങൾ ഈ റോട്ടറിൻ്റെ കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഫോമുല കാണും, അതൊന്ന് എഴുതി വെച്ചേക്ക്. റോട്ടറിൻ്റെ കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ 3I2² R2 ആണ് കേട്ടോ. 3I2² R2. അപ്പോൾ അതൊന്ന് നിങ്ങൾ എഴുതി വെച്ചേക്ക്, അത് സ്ഥലത്തെടുത്ത് കാണാറുണ്ട്. ക്ലിയർ? പിന്നെ യെറ്റ് അനദർ ഫിഗർ ഈസ് ദിസ്. ഇതൊരു നമ്മുടെ നേരത്തെ പറഞ്ഞ അതേപോലത്തെ ഒരു ഫിഗർ തന്നെയാണ്. നമ്മൾ ഈ ഫിഗറാണ്, ഇതൊരു ടൈപ്പ് ഒരു ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ ഇതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് നമ്മൾ റോട്ടർ ഇൻപുട്ട്, റോട്ടർ കോപ്പർ ലോസ്, മെക്കാനിക്കൽ പവർ അല്ലെങ്കിൽ ഗ്രോസ് ടോർക്ക്, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഇത് ഫിഗറിൽ വരുന്നത്. ചിലപ്പോൾ ടെക്സ്റ്റിൽ നിങ്ങൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഫിഗറും കൂടി തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ബുക്കുകളിൽ കാണുന്ന 2-3 ഇക്വേഷൻസ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എഴുതി തരാം. അതും കൂടി ഒന്ന്, രണ്ടും സെയിം ആണ്, നിങ്ങൾക്ക് വെറുതെ ഒരു കൺഫ്യൂഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റത്തെ ഗ്രോസ് ടോർക്ക്. ഗ്രോസ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ബുക്സിൽ P2/ω എന്ന് കാണും. അപ്പോൾ നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ ഇത് ഡൗട്ട് വരണ്ട, അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം P2 എന്ന് പറയുന്ന സാധനം റോട്ടറിൻ്റെ ഇൻപുട്ടാണ് കേട്ടോ. റോട്ടറിൻ്റെ നമ്മളെല്ലാം റോട്ടർ ഇൻപുട്ട് തന്നെയാണ് പറഞ്ഞത്. റോട്ടറിൻ്റെ ഇൻപുട്ടാണ് P2 കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒമേഗാസ് സ്പീഡ്. ഓക്കെ, ഒമേഗ 2πns, അത് പ്രശ്നമില്ലല്ലോ. പിന്നെ നമ്മുടെ കയ്യിലുള്ള വേറൊരു ഫോമുല എന്ന് പറയുന്നത് TG തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് റോട്ടറിൻ്റെ ഇൻപുട്ടിൽ ബേസ് ചെയ്തിട്ടാണിത്. ഓക്കെ, റോട്ടറിൻ്റെ ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് എഴുതിയത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് റോട്ടറിൻ്റെ ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ട്. ക്ലിയർ? ഇനി റോട്ടറിൻ്റെ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്ത് എഴുതാം. റോട്ടറിൻ്റെ ഔട്ട്പുട്ട് ബേസ് ചെയ്ത് എഴുതാന്ന് വെച്ചാൽ സെയിം സാധനം തന്നെ. നമ്മളെങ്ങനെ റോട്ടറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ പവറാണ് വരിക അല്ലേ. അപ്പോൾ മെക്കാനിക്കൽ പവർ ഡിവൈഡഡ് ബൈ 2πN, അല്ലെങ്കിൽ NR. കാരണം എന്താ, റോട്ടർ അല്ലേ വരിക. ഇവിടെ സ്റ്റേറ്റർ ആയിരുന്നു, ഇവിടെ എന്താ N അല്ലെങ്കിൽ NR എന്ന് പറഞ്ഞാൽ റോട്ടർ വരും. ക്ലിയർ? പിന്നെ ഉള്ളൊരു ടോർക്കാണ് ഷാഫ്റ്റ് ടോർക്ക്. അതെന്താണ്, P/ω, അല്ലെങ്കിൽ നമ്മൾ P/2πN. ക്ലിയർ? അതും കൂടി നമ്മളൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഷാഫ്റ്റ് ടോർക്കിൻ്റെ ഇത് നമുക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാം അല്ലേ. നമുക്ക് മാറ്റി എഴുതിയിട്ട് നമുക്കറിയാമല്ലോ. നമ്മൾ റോട്ടറിൻ്റെ ടേംസിൽ എഴുതുവാണെങ്കിൽ എന്താ വരിക, യു വിൽ ബി ഗെറ്റിംഗ് ഗ്രോസ് ടോർക്ക് ആസ് 9.55. ഇത് രണ്ട് തരത്തിൽ വരും, അതാണ് ഞാൻ പറയാൻ വന്ന പോയിന്റ്. ഓക്കെ, ഒന്നുകിൽ P2/NS എന്ന് വരും, അല്ലെങ്കിൽ 9.55 × PM/N എന്നും വരും കേട്ടോ. സെയിം ആണ് സാധനം അല്ലേ. ഒന്ന് റോട്ടറിൻ്റെ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ NS വരും, അതായത് സ്റ്റേറ്ററിൻ്റെ ഔട്ട്പുട്ട്, അതുകൊണ്ട് NS വരും. ഇത് പക്ക റോട്ടറിൻ്റെ ഔട്ട്പുട്ട്, അതായത് PM/N എന്ന് വരാം. അപ്പോൾ ഈ ഫോമുലാസ് കണ്ട കൺഫ്യൂഷൻ ആവരുത്, ഈ ഫോമുലാസൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സിമിലർലി ഷാഫ്റ്റിൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, P/2πN അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഇത് 2πN 2π നമുക്ക് N തന്നെ എഴുതാം. വേറൊരു ഫോമുല നമ്മൾ കാണാറുണ്ടെന്ന് വെച്ചാൽ, വേറൊരു ഫോമുല നമ്മൾ കണ്ടുവരുന്നൊരു ഫോമുല എന്ന് വെച്ചാൽ, ഈ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത ഫോർമുലകളില്ലേ, അതിൻ്റെയൊക്കെ ഒരു സമ്മപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്സിൽ കാണാറുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കാം. ഒന്നാമത്തെ സാധനം നമ്മളുടെ റോട്ടറിൻ്റെ ഗ്രോസ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നമ്മളെ റോട്ടറിൻ്റെ ഇൻപുട്ട്, അതായത് P2 തന്നെ. അത് നമ്മളെങ്ങനെയാണ്, PM/P2, ഇതാണ് PM അല്ലേ. PM/P2 എന്ന് പറഞ്ഞാൽ 1 - S കിട്ടും, അതായത് N/NS. ശരിയല്ലേ? അപ്പോൾ PM/P2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, N/NS എന്ന് എഴുതാം.
അതായത് ഈ സാധനമാണ് നമ്മുടെ റോട്ടർ എഫിഷ്യൻസി എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, റോട്ടർ എഫിഷ്യൻസി. അപ്പോൾ റോട്ടർ എഫിഷ്യൻസിയാണ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, റോട്ടറിൻ്റെ ഗ്രോസ് ഔട്ട്പുട്ട് ബൈ റോട്ടറിൻ്റെ ഇൻപുട്ട് ആണ് N/Ns. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് എഴുതാം, 1 - s എന്നോ അല്ലെങ്കിൽ N/Ns എന്നോ എഴുതാം. എങ്ങനെ വന്നാലും റോട്ടറിൻ്റെ എഫിഷ്യൻസി എന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ വേറൊരു ഫോർമുല എന്ന് പറഞ്ഞാൽ റോട്ടറിൻ്റെ കോപ്പർ ലോസ് ഡിവൈഡഡ് ബൈ റോട്ടറിൻ്റെ ഗ്രോസ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി S/1 - s അല്ലേ, നമ്മളതും എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ കൂടി ഒരു ഒറ്റ സെറ്റാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും, P2 PM PCR, അതായത് കോപ്പർ ലോസ് ആണ്. ഓക്കെ, ഇറ്റ് വിൽ ബി P2 എന്ന് പറഞ്ഞാൽ റോട്ടറിൻ്റെ ഇൻപുട്ട്, P എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ പവർ, PCR എന്ന് പറഞ്ഞാൽ കോപ്പർ ലോസ്. ഓക്കെ, ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1 - s ഇങ്ങനെ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിറൈവ് ചെയ്യാൻ പറ്റും. കാരണം കോപ്പർ ലോസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, PCR എന്ന് ചോദിച്ചാൽ എന്ത് എഴുതാം, നമുക്ക് S/P2 എന്ന് എഴുതാം. ഓക്കെ, S/P2 എന്ന് എഴുതാം. അപ്പോൾ അതുപോലെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് മാത്രം ഈ പെട്ടി ഓർത്താലും മതി, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പഠിച്ച പോലെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടൊന്ന് പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. വേറെ കൂടുതൽ ഡീറ്റെയിലിംഗ് ഒന്നും പോകാനൊന്നും ഇല്ല ഇതിൽ. ഓക്കെ, അപ്പം അതാണ് നമ്മളെ ഈ ടോർക്കിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മളെ പവർ സ്റ്റേജസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള പോയിന്റ്സ്. ബാക്കി ഇനി പ്രോബ്ലം വരുമ്പോൾ നമുക്ക് കുറച്ച് ക്ലിയർ ആവും കേട്ടോ. ബാക്കിയൊന്നും പ്രശ്നമില്ല. ബാക്കി പ്രോബ്ലം വരുമ്പോൾ നമുക്ക് കുറേയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ റോട്ടറിൻ്റെ എഫിഷ്യൻസി എല്ലാം പറഞ്ഞതാണ് കേട്ടോ. സ്പീഡ് കൺട്രോളാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യം ചോദിക്കാറുള്ള ഏരിയയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സ്പീഡ് കൺട്രോളിൽ പറയുമ്പോൾ അതിന് റെഗുലേഷൻ പറയാം. അപ്പോൾ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടറിൻ്റെ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി യൂഷ്വലി ലെസ് ദാൻ 5% ഓഫ് ഫുൾ ലോഡ്. ഫുൾ ലോഡിൻ്റെ 5% താഴെ മാത്രമേ സ്പീഡ് റെഗുലേഷൻ പാടുള്ളൂ. അതിന് കൂടുതലായ സ്പീഡ് റെഗുലേഷൻ നല്ലതല്ല. സ്പീഡ് റെഗുലേഷൻ വേരി ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കയ്യിൽ മെയിൻലി ഉള്ളതെന്ന് വെച്ചാൽ 2 മെത്തേഡ് ഓഫ് സ്പീഡ് കൺട്രോളാണ്. ഓക്കെ, വി ആർ ഹാവിങ് സ്പീഡ് കൺട്രോൾ ഓഫ് 2 മെത്തേഡ്സ്. ഒന്നാമതാണ് കൺട്രോൾ ഫ്രം സ്റ്റേറ്റർ സൈഡ് എന്നുള്ള കൺട്രോൾ. രണ്ടാമതാണ് റോട്ടർ സൈഡ് എന്നുള്ള കൺട്രോൾ. അങ്ങനെ 2 ടൈപ്പ് കൺട്രോളുകളാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റേറ്റർ സൈഡ് എന്നുള്ള കൺട്രോൾ തന്നെ നമുക്ക് പിന്നെയും ഡിവൈഡ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാം, സ്റ്റേറ്ററിൻ്റെ വോൾട്ടേജ് കൺട്രോൾ എന്നും പോൾ ചേഞ്ചിങ് മെത്തേഡ് എന്നും പറയാം. അതുപോലെ തന്നെ ഫ്രീക്വൻസി കൺട്രോൾ എന്നും പറയാം. ഓക്കെ, ഇനി റോട്ടർ സൈഡ് എന്നുള്ള കൺട്രോൾ ആണെങ്കിൽ റോട്ടർ റെസിസ്റ്റൻസ് കൺട്രോൾ എന്നും ഇൻജക്റ്റിംഗ് EMF മെത്തേഡ് അല്ലെങ്കിൽ EMF ഇൻ റോട്ടർ സർക്യൂട്ട് എന്ന് പറയാം. കാസ്കേഡ് കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്സാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്പീഡ് കൺട്രോളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ മെത്തേഡ്സ് ഓഫ് സ്പീഡ് കൺട്രോൾ ആക്ച്വലി ഈ സ്പീഡ് കൺട്രോളിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പീഡ് കൺട്രോൾ എന്തിനാണ് ശരിക്കും ആവശ്യം, സ്പീഡ് കൺട്രോളിൻ്റെ ആവശ്യം എന്താണ് ശരിക്കും, സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന എന്തിനാണ് നമുക്ക് ഇതല്ലേ സ്മൂത്ത്നെസ് ക്രിയേറ്റ് ചെയ്യണം, നമ്മൾ മോട്ടറിൻ്റെ സ്മൂത്ത്നെസ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇറ്റ് ഷുഡ് ബി സ്മൂത്ത് ഇൻ ദി സ്റ്റാർട്ടിങ് അല്ലേ, സ്റ്റാർട്ടിങ്ങിലും സ്റ്റോപ്പിങ്ങിലും നമ്മളൊരു ഇലക്ട്രിക്കൽ ലോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിലും സ്റ്റോപ്പിങ്ങിലും നമ്മുടെ മെഷീൻ എന്തായിരിക്കണം, സ്മൂത്ത് ആയിരിക്കണം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതുവഴി നമുക്ക് പവർ സേവിങ് അച്ചീവ് ചെയ്യാം. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, എഫിഷ്യൻസിയും എന്ത് ചെയ്യാം, ഈസിലി അച്ചീവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ഒരു സ്പീഡ് കൺട്രോളിൻ്റെ ഒരു ആവശ്യം തന്നെ അല്ലേ. നമ്മളെ എല്ലാ ഇതുകളും എല്ലാ സ്പീഡ് കൺട്രോളുകളും നമ്മൾ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ്, അതിൽ 1 അല്ലെങ്കിൽ 2 ഇക്വേഷൻസാണ് വരിക. അതിൽ മെയിൻലി ഉള്ള ഇക്വേഷൻ വെച്ചാൽ ഇതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. NR = NS × 1 - s. ഓക്കെ, അപ്പം നമുക്ക് സ്പീഡുകൾ നമുക്ക് ഏത് വെച്ച് കൺട്രോൾ ചെയ്യാം. സ്പീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് റോട്ടറിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ മോട്ടറിൻ്റെ സ്പീഡാണ്. ഇതാണ് കേട്ടോ, ഇതാണ് സ്പീഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സ്പീഡ് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഒന്നുകിൽ നിങ്ങൾ സിംഗണസ് സ്പീഡ് വെച്ച് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ സ്ലിപ്പ് വെച്ച് കൺട്രോൾ ചെയ്യാം. രണ്ടായാലും കറക്റ്റാണ്. ഓക്കെ, നിങ്ങൾ സിംഗണസ് സ്പീഡ് വെച്ച് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഏത് വെച്ച് കൺട്രോൾ ചെയ്യാം, സ്ലിപ്പ് വെച്ച് കൺട്രോൾ ചെയ്യാം അല്ലേ. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതിന് മുന്നേ നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ബിഹേവിയർ, നമ്മുടെ സ്പീഡ് കൺട്രോളിലുള്ള ബിഹേവിയർ നമുക്കൊന്ന് നോക്കാം.
ഇത് സ്ഥിരമായിട്ട് ചോദ്യങ്ങളിൽ വരാവുന്നൊരു സാധനമാണ്. അതായത് നമ്മൾക്ക് രണ്ട് ടൈപ്പ് ഓഫ് ബിഹേവിയർ ആണ് സ്പീഡ് കൺട്രോളിൽ മെയിനായിട്ട് വരുന്നത്. ഒന്നാമത്തെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് ടോർക്ക്. ഓക്കെ, ഇതെങ്ങനെയാണ്? ഒരു കോൺസ്റ്റൻറ്റ് ടോർക്ക്, വേരിയബിൾ പവർ ഡ്രൈവ്, വേരിയബിൾ പവർ മോഡ് ഡ്രൈവാണ് ഒന്നാമത്തത്. രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് പവർ. ഓക്കെ, കോൺസ്റ്റൻറ്റ് പവർ വേരിയബിൾ ടോർക്ക് മോഡ് ഡ്രൈവ്. ഓക്കെ, ഒന്ന് കോൺസ്റ്റൻറ്റ് ടോർക്ക് വേരിയബിൾ പവറും പിന്നെ കോൺസ്റ്റൻറ്റ് പവർ വേരിയബിൾ ടോർക്ക്. ഇതാണ് മെയിൻ നമ്മുടെ രണ്ട് ടൈപ്പ് ബിഹേവിയർ. ഇതിൽ ഫസ്റ്റത്തെ ബിഹേവിയർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഗ്രാഫ് ഉണ്ടാകും. ഇപ്പം നമ്മളൊരു സ്പീഡ്, ഒരു ടോർക്ക് സ്പീഡ് കർവ് വരയ്ക്കുകയാണെങ്കിൽ ഇനീഷ്യലി യു ആർ ഹാവിങ് എ ഫിഗർ ലൈക്ക് ദിസ്. ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇതെന്താണ് ഫിഗർ. ഇവിടെ ടോർക്ക് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്, ശരിയല്ലേ? ഇവിടെ എന്താണ്? ടോർക്ക് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതൊരു കോൺസ്റ്റൻ്റ് ടോർക്കും വേരിയബിൾ പവർ ഡ്രൈവാണ് ഈ സാധനം. ക്ലിയർ? ഇതിൽ ചോദിക്കുന്ന രണ്ട് ചോദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രൈവ് ഏത് ടൈപ്പ് സ്പീഡ് കൺട്രോളിലാണ് യൂസ് ചെയ്യുന്നത് എന്നാണ്. ഏത് ടൈപ്പ് സ്പീഡ് കൺട്രോളിലാണ് ഈ ഡ്രൈവ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഈ ഡ്രൈവ് ആക്ച്വലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു കൺട്രോൾ ദ സ്പീഡ് ലെസ് ദാൻ റേറ്റഡ് സ്പീഡ്. റേറ്റഡ് സ്പീഡിനെക്കാട്ടിയും കുറവുള്ള സ്പീഡ് കൺട്രോളിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ടൈപ്പ് കൺട്രോൾസ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? അതാണ് ഒന്നാമത്തത്. പിന്നെ ഇതേ സാധനം നമ്മൾ ഡി സി മെഷീനിൽ പഠിക്കുന്നത്. ഡി സി മെഷീനിൽ ഈ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പേരിട്ട് അതിനെ വിളിക്കും. ഓക്കെ, അതിൻ്റെ പേരാണ് ആർമേച്ചർ കൺട്രോൾ. അത് ഡി സി മെഷീൻ എടുക്കുമ്പോൾ പറഞ്ഞുതരാം. ഇതിൻ്റെ പേരാണെന്ത്? ആർമേച്ചർ കൺട്രോൾ. ക്ലിയർ? അപ്പോൾ ടോർക്ക്, കോൺസ്റ്റൻറ്റ് ടോർക്ക് എന്ന് പറയുമ്പോൾ അതെന്ന് പറഞ്ഞാൽ സ്പീഡ് ലെസ് ദാൻ റേറ്റഡ് സ്പീഡാണ് മെഷർ ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏത് കൺട്രോളാണെന്ന് ചോദിച്ചാൽ ആർമേച്ചർ കൺട്രോളാണ് സ്പീഡ് ലെസ് ദാൻ റേറ്റഡ് സ്പീഡ്. ക്ലിയർ? ഇനി ഇതുപോലെ രണ്ടാമതൊരു സാധനം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് പവറാണ്. ഓക്കെ, അതായത് ടോർക്ക് ഇങ്ങനെ ഉണ്ടാവുക. ക്ലിയർ? ടോർക്ക് ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ടോർക്കിൻ്റെ ഫിഗർ ആക്ച്വലി ഇത് കോൺസ്റ്റൻ്റ് ആണ്, ടോർക്ക് അല്ല, വേരിയബിൾ ആണ്. ഇതെങ്ങനെയാണ്? റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്, ശരിയല്ല? ടോർക്ക് എന്താണ്? ഇവിടെ വേരിയബിൾ ആണ്, കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ ഇത് ഏത് ലോഡ് ഡിറൈവ് ചെയ്യാനായിരിക്കും? ഏത് ഡ്രൈവ് മോഡായിരിക്കും? കോൺസ്റ്റൻറ്റ് പവർ മോഡായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ കോൺസ്റ്റൻറ്റ് പവർ വേരിയബിൾ ടോർക്ക് ഡ്രൈവ് എന്ന് വിളിക്കാം. ഇവിടുത്തെ സ്പീഡ് കൺട്രോൾ എന്ന് പറയുന്നത് നേരത്തെ നേരെ ഓപ്പോസിറ്റ്. എന്തായിരിക്കും? നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കൂ. ഇറ്റ് വിൽ ബി സ്പീഡ് എബോവ് നിങ്ങളുടെ റേറ്റഡ് സ്പീഡ്. റേറ്റഡ് സ്പീഡിനെ കാട്ടിയും മേലെയുള്ള സ്പീഡ് കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ആർമേച്ചർ കൺട്രോൾ ആണെങ്കിൽ ഇവിടെ ഫ്ലക്സ് കൺട്രോൾ ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഫ്ലക്സ് കൺട്രോൾ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫീൽഡ് കൺട്രോളിനും ഫ്ലക്സ് കൺട്രോളിനും എന്ത് വേണമെങ്കിലും വിളിക്കാം. ക്ലിയർ? അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, ഇത് നിങ്ങൾ ഫിഗറുകളിൽ കാണുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയും കാണാറുണ്ട്. അതായത് ഒറ്റ ഫിഗറിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് വേണമെങ്കിൽ കാണിക്കാം. അതായത് ഇങ്ങനെ കാണിക്കാം ഇത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡി സി മെഷീൻ എടുക്കുമ്പോൾ പറഞ്ഞുതരാം, എന്നാലിപ്പം പറഞ്ഞു പോവാം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ റേറ്റഡ് സ്പീഡ്. ഓക്കെ, ഇത് റേറ്റഡ് സ്പീഡാണ്. ഇവിടെ രണ്ട് സാധനങ്ങൾ കണ്ടു. ഇത് ടോർക്ക്, സ്പീഡ്. ഓക്കെ, അപ്പോൾ ഇത് ഏതാ സാധനം? ഇത് കോൺസ്റ്റൻറ്റ് ടോർക്കും ഇതെന്ത് സാധനമായിരിക്കും? ഇത് വേരിയബിൾ ടോർക്കായിരിക്കും. അപ്പോൾ വേരിയബിൾ ടോർക്ക് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? കോൺസ്റ്റൻറ്റ് പവർ എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ടോർക്ക് അല്ലെങ്കിൽ വേരിയബിൾ പവർ എന്നും പറയാം. അപ്പോൾ ഈ സ്ഥലത്ത് ഏതാണ് വരിക? ഈ സ്ഥലത്ത് എന്ത് കൺട്രോളാണ്? ഇവിടെ എന്ത് കൺട്രോളാണ്? നമ്മൾ പഠിച്ച ഓർത്താൽ ഇതാ റേറ്റഡ് സ്പീഡിനെക്കാട്ടി താഴെയുള്ളതും റേറ്റഡ് സ്പീഡിനെക്കാട്ടി മുകളിലുള്ളതും. റേറ്റഡ് സ്പീഡിനെക്കാട്ടി താഴെയുള്ള ഏത് കൺട്രോളാണ്? അതായത് സ്പീഡ് ലെസ് ദാൻ റേറ്റഡ് സ്പീഡ് ആർമേച്ചർ കൺട്രോൾ. ഇവിടെ എന്താണ്? സ്പീഡ് അബോവ് റേറ്റഡ് സ്പീഡ് നമുക്ക് എന്താ പറയും? ഫീൽഡ് കൺട്രോൾ മെത്തേഡ് അല്ലെങ്കിൽ ഫ്ലക്സ് കൺട്രോൾ ടെക്നിക്ക്. ക്ലിയർ? ഇത് നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഇങ്ങനെ രണ്ട് ബിഹേവിയർ ഉണ്ട് നമ്മുടെ സ്പീഡ് കൺട്രോളിനുള്ള കാര്യം ഓർത്തുക. ഓക്കെ,
അപ്പോൾ അത് മൈൻഡിൽ ഉണ്ടാവുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ സ്പീഡ് കൺട്രോളിൽ നമ്മൾ വേറൊരു തരത്തിലും കൂടി ക്ലാസിഫൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷനാണ് കൂടുതൽ, ഇത് സെയിം തന്നെയാണ്, പക്ഷേ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഇതിലാണ് കുറച്ചും കൂടി സ്ട്രെസ്ഡ് ആവുക. ഓക്കെ, അപ്പോൾ ആ ഒരു കൺട്രോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമ്മുടെ ഈ സ്പീഡ് കൺട്രോളിനെ രണ്ടായി തിരിക്കുന്നു, എഗെയിൻ തിരിക്കുന്നു. അതാണ് സ്ലിപ്പ് കൺട്രോൾ വെച്ചിട്ടും സിങ്ക്രണസ് സ്പീഡ് കൺട്രോൾ. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചു, NR ഈക്വൽ എന്ന് പറഞ്ഞാൽ ഇതിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ എൻഡ് റിസൾട്ട് പറയാം. ഓക്കെ, അപ്പോൾ അതിൽ പറയുമ്പോഴാണ് ഇത് സ്ലിപ്പ് കൺട്രോളും സിങ്ക്രണസ് സ്പീഡ് കൺട്രോളും വരിക. അപ്പോൾ ഇതിൽ ഈ NS വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയും? സിങ്ക്രണസ് സ്പീഡ് കൺട്രോളാണ്. സ്ലിപ്പ് വെച്ചിട്ടാണ് എന്ത് പറയും? സ്ലിപ്പ് കൺട്രോളാണെന്ന് പറയും. ക്ലിയർ? അപ്പോൾ അതിൽ സ്ലിപ്പ് കൺട്രോൾ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡുകളാണ് ഞാൻ പറയുന്നത്. അതിലൊന്നാമതാണ് റോട്ടർ EMF ഇഞ്ചക്ഷൻ, രണ്ടാമതാണ് വോൾട്ടേജ് കൺട്രോൾ, മൂന്നാമതാണ് റോട്ടർ റെസിസ്റ്റൻസ് കൺട്രോൾ. അപ്പോൾ സ്ലിപ്പ് വെച്ചിട്ട് 3 കൺട്രോളുകളാണ് വരിക. അതൊക്കെ റോട്ടർ EMF ഇഞ്ചക്ഷൻ, വോൾട്ടേജ് കൺട്രോൾ, അതുപോലെ റോട്ടർ റെസിസ്റ്റൻസ് കൺട്രോൾ. സിങ്ക്രണസ് സ്പീഡ് കൺട്രോൾ വെച്ചിട്ടാണ് ഏതൊക്കെ വരുന്നത്? ഫ്രീക്വൻസി കൺട്രോൾ, പോൾ ചേഞ്ചിങ് കൺട്രോൾ, കാസ്കേഡിങ് ഓഫ് ഇൻഡക്ഷൻ മെഷീൻ. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡാണ്. ഓക്കെ, ഇത് എക്സ്പെരിമെൻ്റൽ ഇത് പറയുകയാണെങ്കിൽ ഇത് ഒരുപാട് പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അത്രയ്ക്ക് ഇതിൻ്റെ കൺട്രോളിങ് മെത്തേഡ്സ്, കൺട്രോളിങ് ടെക്നിക്സിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ വളരെ കോർ കൺസെപ്റ്റും നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതുപോലെ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേണും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതിൽ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ് ഇത് എക്സ്പെരിമെൻ്റലാണ്, സ്പീഡ് കൺട്രോളൊക്കെ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അധികം അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ അതിൽ ചോദ്യം ചോദിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡിൽ ഒന്നാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ, ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത് ഈ മെത്തേഡ് ഏതൊക്കെ മോട്ടേഴ്സിലാണ് അപ്ലിക്കബിൾ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയണം, ദിസ് മെത്തേഡ് ഈസ് അപ്ലിക്കബിൾ ഫോർ ബോത്ത് വൂണ്ട് റോട്ടർ ആൻഡ് സ്ക്വിറൽ കേജ് റോട്ടർ. ഓക്കെ, സ്ക്വിറൽ കേജ് റോട്ടറിനും വൂണ്ട് റോട്ടർ, അതായത് സ്ലിപ്പ് റിങ്, രണ്ടിനും അവൈലബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് എന്ത്? വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് രണ്ടിനും അപ്ലിക്കബിൾ എന്ന് വെച്ചാൽ, നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് ഏത് വൈൻഡിങ്ങിലേക്കാണ് മാത്രമാണ്? ഓൺലി ടു എ സ്റ്റേറ്റർ വൈൻഡിങ്. ശരിയല്ലേ? സ്റ്റേറ്റർ വൈൻഡിങ്ങിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ കൺസെപ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ എല്ലാത്തിലും മിക്കവാറും യൂസ് ചെയ്യുന്നത് അടുത്തൊരു ഇക്വേഷനാണ്. ടോർക്ക് എന്ന് പറയുന്ന സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ലിപ്പ് എന്നറിയാലോ. അതുപോലെ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു V²/R2. ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഇത് ഓർത്ത് വയ്ക്കുക, ടോർക്ക് പ്രൊപ്പോർഷണൽ ടു SV²/R2. ഓക്കെ, ഏതൊരു സ്പീഡ് കൺട്രോൾ മെത്തേഡ് ആയാലും നമ്മളെ ടോർക്ക് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ടോർക്ക് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ടേം കോൺസ്റ്റൻ്റ് ആയിരിക്കുമല്ലോ അല്ലേ? R2 പിന്നെ കൺസിഡർ ചെയ്യണമെന്നില്ല, ഇത് കോൺസ്റ്റൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ ഫുൾ അസംപ്ഷൻ ബേസ്ഡ് ആണ്. അപ്പം നമ്മൾ പറയും SV² എന്താണ് ഇവിടെ? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ SV² കോൺസ്റ്റൻ്റ് ആവാൻ പിന്നെ ഇത് 1ഉം 2 എടുക്കുകയാണെങ്കിൽ S1V1² = S2V2² അല്ലേ? ശരിയല്ല? അതായത് നമ്മുടെ S2/S1 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? V1/V2² ശരിയല്ലേ? അപ്പം ഇവിടുത്തെ പറയുന്ന പോയിന്റ് എന്താ വെച്ചാൽ, നമ്മളൊരു എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും ഒരു ഫിക്സഡ് വാല്യൂ ഉണ്ടാവും. അപ്പോൾ ആ വോൾട്ടേജിനെക്കാട്ടിയും കൂടുതൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു റേറ്റഡ് വാല്യൂ അല്ലെങ്കിൽ റേറ്റഡ് വോൾട്ടേജിനെക്കാട്ടിയും കൂടുതൽ വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇൻസുലേഷനുകളൊക്കെ ഡാമേജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? അപ്പം ഇപ്പോൾ ആദ്യം ഇനീഷ്യലി നമ്മളുടെ വോൾട്ടേജ് V1 ആയിരുന്നു. ഓക്കെ, അപ്പം ഇനീഷ്യലി V1 നോക്കണ്ട, നിങ്ങൾ ഈ ഇക്വേഷൻ എടുക്കട്ടെ. ഈ ഇക്വേഷൻ തന്നെ ഫോക്കസ് ചെയ്യാം. ക്ലിയർ? അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാവും S∝1/V² ആണല്ലോ. ശരിയല്ലേ? അപ്പം ഒരു വോൾട്ടേജിനെക്കാട്ടിയും അല്ലെങ്കിൽ ഒരു റേറ്റഡ് വോൾട്ടേജിനെക്കാട്ടിയും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം? വോൾട്ടേജ് അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ ഇനീഷ്യലി നിങ്ങളുടെ അടുത്തൊരു വോൾട്ടേജ് ഉണ്ടായിരുന്നു, അതിനേക്കാൾ കൂടുതൽ വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. അങ്ങനെ കൂടുതൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ശരിക്കും? നമ്മൾ ഒരു കൂടുതൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഇൻസുലേഷൻ നമുക്ക് എന്ത് ചെയ്യും? ഡാമേജ് ആവും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ വോൾട്ടേജിനെ നമ്മളെപ്പോഴും ആ റേറ്റഡ് വാല്യൂവിനേക്കാളും എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ താഴേക്ക് നിർത്തണം.
ക്ലിയർ. അപ്പം വോൾട്ടേജ് ഡിക്രീസ് ചെയ്യണം. അപ്പോൾ റേറ്റഡ് വാല്യൂനെക്കാട്ടിയും കൂടുതൽ പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുക എന്നുള്ളൊരു പ്രൊവിഷനാണ് എടുക്കുന്നത്. അപ്പോൾ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ് കേട്ടോ. വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിപ്പ് എന്ത് ചെയ്യുവാണ്? ഇൻക്രീസ് ചെയ്യുക. എന്തുകൊണ്ടാണ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാത്തത്? അങ്ങനെ വോൾട്ടേജ് എബോവ് റേറ്റഡ് വാല്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസുലേഷൻ ഡാമേജ് സംഭവിക്കും. അത് ചെയ്യാതിരിക്കുക നമ്മൾ വോൾട്ടേജ് ഉള്ള വോൾട്ടേജിനെ റേറ്റഡ് വോൾട്ടേജിനെക്കാട്ടിയും ഡിക്രീസ് ചെയ്യുകയാണ്. ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? സ്ലിപ്പ് കൂടും. സ്ലിപ്പ് കൂടി കഴിഞ്ഞാൽ എന്താണ് എഫക്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പം ഈ ഒരു ഇക്വേഷൻ പ്രകാരം നമ്മൾ സ്ലിപ്പ് കൂടുകയാണ്. സ്ലിപ്പ് കൂടിയാൽ ഈ നെഗറ്റീവ് ടേം കൂടിയില്ലേ? ഈ നെഗറ്റീവ് ടേം കൂടുക എന്ന് വെച്ചാൽ ഈ മൊത്തത്തിലുള്ള ടേം നെഗറ്റീവോ അല്ലെങ്കിൽ കുറയും. അതുവഴി നമുക്ക് NR എന്ത് ചെയ്യും? കുറയും. ക്ലിയർ. അപ്പോൾ ഈ NR കുറയാന്ന് വെച്ചാൽ സ്പീഡ് ഓഫ് ദ മോട്ടർ ഇസ് ഗെറ്റിംഗ് ഡിക്രീസ്ഡ്. അതായത് നമുക്ക് ഏത് മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ? വി ക്യാൻ ഓൺലി കൺട്രോൾ ദ സ്പീഡ്. എവിടുത്തെ സ്പീഡ്? ബിലോ ദ റേറ്റഡ് സ്പീഡ്. റേറ്റഡ് സ്പീഡിനെക്കാട്ടിയും താഴെയുള്ള സ്പീഡുകൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കൂ. ക്ലിയർ. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ കൺക്ലൂഷൻ. എല്ലാത്തരും ഇനി ഇങ്ങനെയാണ് പഠിക്കുക. എബോ റേറ്റഡ് സ്പീഡാണോ ബിലോ റേറ്റഡ് സ്പീഡാണോ, ഏതാണ് കൺട്രോൾ വേണ്ടത് എന്നൊക്കെയാണ് പഠിക്കുക. ഓക്കെ. അപ്പോൾ ഫസ്റ്റത്തെ ഇനീഷ്യൽ പോയിന്റ് ആണ് വോൾട്ടേജ്. 2 പോയിന്റ്സാണ് ഇവിടെ കാര്യമായിട്ടുള്ളത്. വോൾട്ടേജ് കൺട്രോൾ മെത്തേഡിൽ ബോത്ത് വൂണ്ട് റോട്ടറിലും സ്ലിപ്പ് റിങ്ങിലും യൂസ് ചെയ്യും. പിന്നെ വി ആർ കൺട്രോളിങ് ദ സ്പീഡ് ബിലോ ദ റേറ്റഡ് സ്പീഡ്. റേറ്റഡ് സ്പീഡിനെക്കാട്ടി താഴെയുള്ള സ്പീഡ് കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ കൂടുതലായും വോൾട്ടേജ് കൺട്രോൾ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമുക്ക് ഇവിടുന്ന് പഠിക്കാനുള്ള മെയിൻ പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് റോട്ടർ റെസിസ്റ്റൻസ് കൺട്രോൾ. ഓക്കെ, റോട്ടർ റെസിസ്റ്റൻസ് കൺട്രോളിൻ്റെ ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓൺലി അപ്ലിക്കബിൾ ടു, നിങ്ങൾ തന്നെ ഓർത്ത് നോക്കുക, ഈ റോട്ടറിന് റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന കൺട്രോളുകൾ അല്ലെങ്കിൽ ആ മെത്തേഡുകൾ ഏത് മോട്ടറിനായിരിക്കും അപ്ലിക്കബിൾ ആവുക? നമ്മൾ റോട്ടറിൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടായിരുന്നല്ലോ. ഏതാണ്? ഏത് മോട്ടറിലായിരുന്നു നമ്മൾ കണക്ട് ചെയ്യുന്നത്? വൂണ്ട് റോട്ടർ, ശരിയല്ലേ? അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറുകളിലാണ് നമ്മൾ അങ്ങനെ കണക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് അവിടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഇവിടെയും നമ്മൾ ആ ഇക്വേഷൻ തന്നെയാണ്, ടോർക്കിൻ്റെ ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോർക്ക് പ്രൊപ്പോർഷണൽ ടു SV²/R2. ഓക്കെ, ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ടോർക്കും ഇതൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയുള്ള ഇതിലാണ്. ഇത് കുറേ ഉണ്ട് സാധനം. ഓക്കെ, നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്രിസ്പായിട്ട് ആ ചോദ്യം ചോദിക്കുന്ന എന്താണോ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ എക്സ്പെരിമെൻ്റലാണ്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആക്ച്വലി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയാണ് കാണാറ്. അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിലേക്ക് എടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിൽ ഒരു എളുപ്പവഴി എന്നുള്ള രീതിയിൽ പഠിപ്പിക്കുകയാണ്. അപ്പം ടോർക്ക് പ്രൊപ്പോർഷണൽ എന്താണ്? SV²/R2. അപ്പോൾ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് നമ്മുടെ ടോർക്കും വോൾട്ടേജും നമ്മൾ കോൺസ്റ്റൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യുകയാണ്. അപ്പം ബാക്കി എന്താ പറയുക? S/R2. ഇതാണ് എന്ത്? കോൺസ്റ്റൻറ്റ്, ശരിയല്ലേ? അതായത് S പ്രൊപ്പോർഷണൽ ടു R2 ആണ് ഈ ഒരു ഇക്വേഷൻ പ്രകാരം. അതായത് ടോർക്കും വോൾട്ടേജും കോൺസ്റ്റൻ്റ് ആയ S പ്രൊപ്പോർഷണൽ ടു R2 ആണ്, ശരിയല്ലേ? അപ്പോൾ ഇവിടെയും നമ്മൾ സ്ലിപ്പിൻ്റെ പരിപാടികളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നമ്മളിപ്പം പറഞ്ഞ 2 മെത്തേഡ്, അതായത് നമ്മളെ റോട്ടർ റെസിസ്റ്റൻസ് കൺട്രോളും വോൾട്ടേജ് കൺട്രോളും നമ്മളെല്ലാം ഏതിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്? സ്ലിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. അതുകൊണ്ടാണ് അതിന് സ്ലിപ്പ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പം ഇതിലും സ്ലിപ്പ് പ്രൊപ്പോർഷണൽ ടു R2 ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മെത്തേഡ് എന്താ? റോട്ടർ റെസിസ്റ്റൻസ് കൺട്രോളാണ്. അതായത് റോട്ടർ റെസിസ്റ്റൻസുകളെ നമ്മൾ എക്സ്റ്റേണൽ റോട്ടറിലേക്ക് റോട്ടർ റെസിസ്റ്റൻസുകളെ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? അങ്ങനെ നമ്മൾ റോട്ടർ റെസിസ്റ്റൻസുകളെ ആഡ് ചെയ്യുന്ന വഴി ഈ റോട്ടറിൻ്റെ റെസിസ്റ്റൻസ് കൂടില്ലേ നേരത്തെ ഉള്ളതിനെ കാട്ടി? കാരണം റോട്ടറുകൾ റെസിസ്റ്റൻസുകൾ ആഡ് ചെയ്യുമല്ലേ നേരത്തെ തന്നെ കാട്ടിയും, അല്ലേ? അങ്ങനെ റോട്ടർ റെസിസ്റ്റൻസുകൾ ആഡ് ചെയ്യുമ്പോൾ റോട്ടർ റെസിസ്റ്റൻസ് ഓട്ടോമാറ്റിക്കലി കൂടും. അങ്ങനെ റോട്ടർ റെസിസ്റ്റൻസുകൾ കൂടുമ്പോൾ സ്ലിപ്പും കൂടില്ലേ? ശരിയല്ലേ? അങ്ങനെ സ്ലിപ്പ് കൂടി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മളെ പഴയ ഇക്വേഷനിലേക്ക് വരും. എന്താണ്? NR = NS × 1 - S എന്നും പറഞ്ഞ് വരും, അല്ലേ? അപ്പോൾ ഇവിടെ സ്ലിപ്പ് കൂടുന്നു. സ്ലിപ്പ് കൂടുക വെച്ചാൽ നെഗറ്റീവ് ടേം കൂടുന്നു. ഇങ്ങനെ നെഗറ്റീവ് ടേം കൂടുക എന്ന് വെച്ചാൽ ഈ മൊത്തം ടേം എന്ത് ചെയ്യുന്നു? കൂടുന്നു. നെഗറ്റീവ് ടേം എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ടേം കുറയുന്നു, ഈ മൊത്തം ടേം കുറയുന്നു. അങ്ങനെ സ്പീഡ് എന്ത് ചെയ്യുന്നു? കുറയുന്നു.
ശരിയല്ലേ? അപ്പം ഇവിടെയും എന്ത് ചെയ്യുകയാണ്, റോട്ടറിൻ്റെ സ്പീഡ് എന്ത് ചെയ്യുകയാണ്, കുറയുകയാണ്. അപ്പോൾ നമ്മൾ കൺക്ലൂഷൻ എന്തായിരിക്കണം, നേരത്തെ പറഞ്ഞ പോലെ വി ക്യാൻ കൺട്രോൾ ദ സ്പീഡ്, ഇവിടെയും എന്ത് തന്നെയാണ്, ബിലോ ദ റേറ്റഡ് സ്പീഡ്. അപ്പോൾ ഈ മെത്തേഡിലും എന്താണ്, ബിലോ റേറ്റഡ് സ്പീഡ് മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ക്ലിയർ? ബിലോ റേറ്റഡ് സ്പീഡ് മെത്തേഡാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ റോട്ടർ റെസിസ്റ്റൻസ് കൺട്രോളും ടു കൺട്രോൾ ദ സ്പീഡ് ബിലോ യുവർ റേറ്റഡ് സ്പീഡാണ്. ഓക്കെ അല്ലേ? അപ്പോൾ 2 എണ്ണം ബിലോ റേറ്റഡ് സ്പീഡ് പഠിച്ചു. ഏതൊക്കെ? നമ്മുടെ റോട്ടർ, ഇത് ബിലോ എന്ന് ഇവിടെ എഴുതാം, ബിലോ റോട്ടർ റെസിസ്റ്റൻസ് കൺട്രോളും അതുപോലെ തന്നെ വോൾട്ടേജ് കൺട്രോളും ബിലോ. അതാണ് കൺക്ലൂഷൻ. ഇത് ബോത്ത്, ഇത് സ്ലിപ്പ് റിങ്. മനസ്സിലായി? ഇത്ര പഠിച്ചാൽ മതി. മനസ്സിലായില്ല? അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അടുത്ത സ്ലിപ്പ് റിങ്ങിലെ ലാസ്റ്റാണ് റോട്ടർ EMF ഇഞ്ചക്ഷൻ. അപ്പോൾ ഈ റോട്ടർ EMF ഇഞ്ചക്ഷനും നമ്മളെ റോട്ടർ എന്ന് പറയുന്ന സാധനമാണല്ലോ. അപ്പോൾ റോട്ടർ EMF അല്ലെങ്കിൽ റോട്ടർ റെസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഏതിന് മാത്രമേ അപ്ലിക്കബിൾ ആവുന്നുള്ളൂ എന്ന് പഠിക്കുക. ഇറ്റ് ഈസ് ഓൾസോ ഓൺലി അപ്ലിക്കബിൾ ടു എവിടെ? സ്ലിപ്പ് റിങ് അല്ലെങ്കിൽ വൂണ്ട് റോട്ടർ ഇൻഡക്ഷൻ മോട്ടർ. ഇവിടെ മാത്രമേ ഇതും അപ്ലിക്കബിൾ ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ റോട്ടർ EMF ഇഞ്ചക്ഷനാണ് നടത്തുന്നത്. അതായത് നമ്മളൊരു എക്സ്ട്രാ EMF കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ എക്സ്ട്രാ EMF അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പം എക്സാമ്പിൾ പറയുകയാണ്, എക്സ്ട്രാ EMF കൊടുക്കുമ്പോൾ റോട്ടറിൻ്റെ ഫ്രീക്വൻസിയും കൂടും. ശരിയല്ലേ? അപ്പോൾ ഫ്രീക്വൻസി സെയിം ആവുന്ന ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 വോൾട്ടേജുകൾ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ശരിയല്ലേ? ശരിക്കും ഈ എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ എന്ന് വെച്ചാൽ ആഡ് ചെയ്യലും മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യാം, ഒപ്പോസും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ രണ്ട് വോൾട്ടേജ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ E1 ഉണ്ട്, E2 ഉണ്ട്. ഓക്കെ, അപ്പം ഒരേ സെയിം ഫേസിലാണെങ്കിൽ നമ്മൾ ഈ 2 വോൾട്ടേജ് ആഡ് ചെയ്യുന്നു. അതുപോലെ ഓപ്പോസിറ്റ് ഫേസിലാണെങ്കിൽ നമ്മൾ 2 വോൾട്ടേജിനെ ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ അസംഷൻ നടത്തിയാൽ മതി. ഇപ്പോൾ 2 വോൾട്ടേജ് സെയിം ഫേസും ഓപ്പോസിറ്റ് ഫേസും 2 കാര്യങ്ങൾ പറയുവാണ്. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ റോട്ടർ ഇൻഡ്യൂസ്ഡ് EMFന് ഉണ്ടാകുന്ന എഫക്ട്സ് ആണ് ഈ പറയുന്നത്. അപ്പോൾ EMFനുള്ള എഫക്ട്സ് എന്ന് വെച്ചാൽ സെയിം ഫേസിലാകുമ്പോൾ 2 വോൾട്ടേജ് ആഡ് അപ്പ് ചെയ്യും, ഓപ്പോസിറ്റ് ഫേസിലാകുമ്പോൾ 2 വോൾട്ടേജ് സബ്ട്രാക്ട് ചെയ്യും. ക്ലിയർ? അപ്പോൾ റണ്ണിങ് കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടോർക്ക് കോൺസ്റ്റൻ്റ് ആകുന്ന സമയത്ത് SV² കോൺസ്റ്റൻ്റ് ആണ്. അതായത് നമ്മളുടെ V² പ്രൊപ്പോർഷണൽ ടു എന്താണ്, സ്ലിപ്പ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ലിപ്പാണ്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഈസ് നമ്മളെ സെയിം ഫേസിൽ എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ വോൾട്ടേജ് കൂടുകയല്ലേ ചെയ്യുക. ശരിയല്ലേ? അതായത് നിങ്ങളുടെ ടോട്ടൽ വോൾട്ടേജ് EMF അല്ലെങ്കിൽ വോൾട്ടേജ് കൂടുന്നു, അതായത് സ്ലിപ്പ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. ശരിയല്ലേ? അതിന് സിമിലർലി നമ്മൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ നമ്മൾ 2 വോൾട്ടേജ് ഒപ്പോസ് ചെയ്യുകയാണ്. ഒപ്പോസ് ചെയ്യുമ്പോൾ ടോട്ടൽ EMF എന്ത് ചെയ്യുന്നു, കുറയുന്നു. ശരിയല്ലേ? അങ്ങനെ ടോട്ടൽ EMF കുറയുന്ന സമയത്ത് നമ്മുടെ സ്ലിപ്പ് എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ EMF സെയിം ഫേസിലെ EMF ഇഞ്ചക്ഷൻ വഴി സെയിം ഫേസ് ആണെങ്കിൽ വോൾട്ടേജ് കൂടുന്നത്, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഫേസ് ആണെങ്കിൽ വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. അപ്പോൾ സ്ലിപ്പ് കൂടുന്നുണ്ട്, കുറയുന്നുണ്ട്. ശരിയല്ല? അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, ഈ മെത്തേഡ് വഴി എന്താണ് കൺക്ലൂഷൻ, ഈ മെത്തേഡ് വഴി വി ക്യാൻ കൺട്രോൾ, എന്ത് കൺട്രോൾ ചെയ്യാം, വി ക്യാൻ കൺട്രോൾ ദ സ്പീഡ് ബോത്ത് above and below റേറ്റഡ് സ്പീഡ്. ക്ലിയർ? നമുക്ക് റേറ്റഡ് സ്പീഡിനെ കാട്ടി മുകളിലും താഴെയും ആക്കാം, അല്ലെങ്കിൽ ആ 2 സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് ഈ റോട്ടർ EMF ഇഞ്ചക്ഷൻ മെത്തേഡിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുന്നത് എന്താണ്, നമ്മൾ റോട്ടർ EMF ഇഞ്ചക്ഷൻ പ്രകാരം വി ക്യാൻ കൺട്രോൾ ബോത്ത് എബോവ് ആൻഡ് ബിലോ. ഓക്കെ, അതുപോലെ ഇത് എഴുതുന്നത് മാത്രമേ അപ്ലിക്കബിൾ ഉള്ളൂ, ഇതും സ്ലിപ്പ് റിങ്ങിന് മാത്രമേ അപ്ലിക്കബിൾ ഉള്ളൂ. ഇതാണ് കൺക്ലൂഷൻ. അപ്പോൾ സ്ലിപ്പ് കൺട്രോളിൽ 3 എണ്ണം പഠിച്ചു. ഏതൊക്കെ? റോട്ടർ റെസിസ്റ്റൻസ് കൺട്രോൾ ആണെങ്കിൽ ബിലോ റേറ്റഡ് സ്പീഡ്, വോൾട്ടേജ് കൺട്രോൾ ആണെങ്കിൽ ബിലോ റേറ്റഡ് സ്പീഡ്, റോട്ടർ EMF ഇഞ്ചക്ഷൻ ആണെങ്കിൽ ബോത്ത് എബോവ് ആൻഡ് ബിലോ. അതുപോലെ റോട്ടർ വരുന്ന 2 സാധനങ്ങളാണ് നമ്മൾ ഇതിന് അപ്ലിക്കബിൾ ആവുന്നത്, സ്ലിപ്പ് റിങ്ങിന് അപ്ലിക്കബിൾ ആവുന്നത്. വോൾട്ടേജ് കൺട്രോൾ ആണെങ്കിൽ 2ലും എന്താണ്, അപ്ലിക്കബിൾ ആണ്. ക്ലിയർ? ഇനി ഇതുപോലെയുള്ള അടുത്ത സാധനങ്ങളാണ് നമ്മൾ സിങ്കണസ് സ്പീഡ് കൺട്രോൾ. ഓക്കെ, സിങ്കണസ് സ്പീഡ് കൺട്രോളിൽ നിന്ന് 2 എണ്ണം ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്, പോൾ ചേഞ്ചിങ് ഉണ്ട്. ഓക്കെ, വളരെ എളുപ്പമാണ് സിങ്കണസ് സ്പീഡ് കൺട്രോളിൻ്റെ മെത്തേഡുകൾ. അപ്പോൾ സിങ്കണസ് സ്പീഡ് കൺട്രോളിൽ ആദ്യം വരുന്നതാണ് പോൾ ചേഞ്ചിങ്. ഓക്കെ, അപ്പോൾ പോൾ ചേഞ്ചിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മളുടെ പോൾ ചേഞ്ചിങ് മെത്തേഡുകളിൽ മെയിനായിട്ട് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഈസിലി അപ്ലിക്കബിൾ ആയിട്ട് ഓൺലി എന്ന് പറയുന്നില്ല, ബട്ട് ദ മെത്തേഡ് ഈസ് ഈസിലി അപ്ലിക്കബിൾ ടു സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ. ഓക്കെ, നമുക്ക് ഈസിലി ആയിട്ട് അപ്ലിക്കബിൾ ആണ്. സ്ലിപ്പ് റിങ്ങിലും അപ്ലിക്കബിൾ ആണ്, പക്ഷേ നോട്ട് ദാറ്റ് ഈസി. ഓക്കെ, അപ്പോൾ സ്ക്വിറൽ കേജിലാണ് ഇത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പം ഇതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇനീഷ്യലി ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഇക്വേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇക്വേഷൻ തന്നെയാണ്, NS = 120F/P എന്നുള്ള ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ എല്ലാ ഇക്വേഷൻസും ഇതാ വരിക, കാരണം ആ ഒരു ഇക്വേഷൻ മാത്രമേ വരിക. സിംഗിൾ സ്പീഡാണ് കൺട്രോൾ ചെയ്യേണ്ടത്, അപ്പോൾ NS ആണ്, അതുകൊണ്ട് ഈ ഇക്വേഷനാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പോൾസാണ് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ പോൾസ് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഇക്വേഷൻ ഇപ്പോൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതായത് വാട്ട് വി കോൾ നമ്മുടെ പോൾസ് ഇനീഷ്യലി എൻ്റെ അടുത്ത് 4 പോളുണ്ട്. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി 4 പോൾ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ഈ പോൾസിനെ എൻഡ് കണക്ഷൻസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ വി ആർ ബി ഹാവിങ് ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ഓക്കെ, അതായത് ഇങ്ങനെ ഇപ്പോൾ ആദ്യം ഇങ്ങനെയാണുള്ളത്, അതായത് നോർത്ത് സൗത്ത്, ഇതിങ്ങനെ എടുത്താൽ നോർത്ത്, ഇത് സൗത്ത്, ഇത് സൗത്ത്. ഇപ്പോൾ ഇങ്ങനെ 4 പോൾസ് ഇങ്ങനെ കണക്ട് ചെയ്തു. അപ്പോൾ 4 പോൾസ് ഞാനിവിടെ ഇടുവാണ് 50 ഹെർട്സിൽ. അപ്പോൾ 4 പോൾസ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന RPM എത്ര, 1500 അല്ലേ? ശരിയല്ലേ, 1500 ഇനി ഞാൻ ഈ 2 പോൾസിനെ, അതായത് നമ്മുടെ 2 ഡോട്ടഡ് പോൾസിനെ ഞാൻ ഒരുമിച്ചാക്കുവാണ്. ഓക്കെ, അതായത് ഇത് കുറച്ച് TDS ആണ് ഞാൻ പറയുന്നത്, ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഈ 2 പോൾസിനെ ഞാൻ എന്ത് ചെയ്യുവാണ്, ഇതിനെ 2 ഒരുമിച്ച് ഒറ്റൊരു സെറ്റിലേക്ക് ആക്കുവാന്നിരിക്കും. അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഒരു പോളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ശരി, സിമിലർലി ഇപ്പുറത്തെ പോളും നമ്മൾ ഒരുമിച്ചാക്കുവാണ്. അപ്പോൾ മൊത്തത്തിൽ ഉണ്ടായിരുന്ന പോൾസ് എന്ത് ചെയ്തു, 2 പോൾസിലേക്ക് മാറി. അങ്ങനെ 2 പോൾസിലേക്ക് മാറുമ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം ഇത് 2 ആവും. അപ്പോൾ ഇവിടുത്തെ RPM എത്രയാവും, 3000 ആവും. ശരിയല്ല, അപ്പോൾ പോൾസ് കുറയ്ക്കുമ്പോൾ സ്പീഡ് കൂടുന്നു, പോൾസിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ സ്പീഡ് കുറയുന്നു അല്ലേ? അപ്പം നമ്മൾക്ക് എന്താണ് പറയാൻ പറ്റുക ഇവിടെ, അതായത് ഇതിൽ ഹൈ സ്പീഡും ഒപ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലോ സ്പീഡും, ഹൈയും ലോവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, നമുക്ക് രണ്ടും എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. ക്ലിയർ, നമുക്ക് ഹൈ സ്പീഡിലേക്കും പോവാം, ലോ സ്പീഡിലേക്കും പോവാം. അപ്പം 2 ഡബിൾ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ പോൾ ചേഞ്ചിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാം, റേറ്റഡ് സ്പീഡിലേക്ക് താഴേക്കും വരാം, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മുകളിലേക്കും വരാം. പക്ഷേ ഇത് ചില സ്ഥലത്ത് ഇത് എന്തെന്ന് വെച്ചാൽ ഈ പോൾസ് കുറയുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറയാറ്. ഓക്കെ, അതായത് ഇഫ് യു ആർ കോളിങ് ലൈക്ക്, നമുക്ക് ആദ്യം ഇനീഷ്യലി 4 പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് പോളിങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഏത് മെത്തേഡിലേക്ക് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സ്പീഡിലേക്കാണ് പോവുക, അതായത് ബേസ് കൺട്രോളിനെക്കാട്ടിയും കൂടിയ സ്പീഡിലേക്കാണ് പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, 2 സ്പീഡും ഹൈ സ്പീഡും ലോ സ്പീഡും നമുക്ക് ഏതിൽ പോസിബിൾ ആണ്, നമ്മുടെ പോൾ ചേഞ്ചിങ് മെത്തേഡ്സിൽ എന്താണ് പോസിബിൾ ആണ്. ഓക്കെ, ഇനി സിമിലർലി ഫ്രീക്വൻസി കൺട്രോളും എന്ത് തന്നെയായിരിക്കും, നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാലോ, എന്താണ്, NS = 120F/P അല്ലേ? ഇതും നമുക്ക് എന്ത് പറയാം, ഇതും നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ കേസിൽ പറയാം, നമ്മുടെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് NS ഇൻക്രീസ് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ NS ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് യുവർ NR, നമ്മുടെ NR എന്ത് സംഭവിക്കും, അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്രീക്വൻസി കുറയുമ്പോൾ NR എന്ത് സംഭവിക്കും, ഇതാണ് ചോദ്യം അല്ലേ? അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഉദ്ദേശം അത് കണ്ടുപിടിക്കലല്ല, കാരണം നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ സ്ലിപ്പും നമ്മുടെ ഫ്രീക്വൻസി നമ്മൾ ഇൻവേഴ്സ്ലി പ്രപ്പോർഷനാണ്. ശരി, അപ്പോൾ ഫ്രീക്വൻസി കൂടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലിപ്പ് കുറയലാണ്, ഫ്രീക്വൻസി കുറയാന്ന് വെച്ചാൽ സ്ലിപ്പ് കൂടുതലാണ്. ഓക്കെ, അപ്പം നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കലല്ല, നമ്മുടെ മെയിൻ ഉദ്ദേശം ഇത് ഏത് കൺട്രോളിൽ നിൽക്കുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മെത്തേഡ്, നമ്മളെ ഫ്രീക്വൻസി കൺട്രോൾ മെത്തേഡുകളിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ കൺട്രോൾ ബോത്ത് എബോവ് ആൻഡ് ബിലോ. ഓക്കെ, നമുക്ക് എബോവും ബിലോവും നമുക്ക് എന്ത് ചെയ്യാം, ബിലോ റേറ്റഡ് സ്പീഡും
കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ് തന്നെയാണ് ഏത് നമ്മുടെ ഫ്രീക്വൻസി കൺട്രോൾ മെത്തേഡ്. ഓക്കെ, ആ ഒരു പോയിന്റും കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്ത അപ്പോൾ അത് കഴിഞ്ഞു. ലാസ്റ്റ് വണ്ണാണ് കാസ്കേഡിങ്. ഓക്കെ, ലാസ്റ്റ് വണ്ണാണ് കാസ്കേഡിങ്. ഓക്കെ, കാസ്കേഡിങ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രത്യേകിച്ചൊരു സ്പീഡ് കൺട്രോൾ എന്ന് അങ്ങനെ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ കാസ്കേഡിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2-3 മെഷീനുകളെ നമ്മൾ ഒരേ ടൈം വർക്ക് ചെയ്യിക്കാനോ അല്ലെങ്കിൽ നമ്മൾ വാട്ട് യു കോൾ 2 മെഷീനുകളെ ഇപ്പോൾ നമ്മളൊരു സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മെഷീൻ ഇവിടെ വെക്കുകയാണ്, അതുപോലെ ഒരു ഓക്സിലറി മെഷീൻ ഏതെങ്കിലും ഒരു ഇൻഡക്ഷൻ മെഷീൻ ഇവിടെ വെക്കുകയാണ്. അപ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് സം P1 പോൾസ്, ഇറ്റ് കണ്ടെയ്ൻസ് സം P2 പോൾസ്. നമ്മൾ സപ്ലൈ കൊടുത്ത് നമ്മൾ സെയിം സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതേ സ്പീഡിൽ തന്നെ ഇതും കറക്കും. ഒരു പാരലൽ ഓപ്പറേഷൻ സിമിലർലി അല്ലേ. അപ്പോൾ ഫസ്റ്റ് മെഷീൻ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ കൊടുക്കുന്നു, അപ്പോൾ സ്ലിപ്പ് റിങ്സ് ഉണ്ടാകുന്നു, അതിനെ നമ്മൾ സെക്കൻഡ് മെഷീനിലേക്ക് കാസ്കേഡ് ചെയ്യുന്നു. ആ സെക്കൻഡ് മെഷീനിലെ കാസ്കേഡ് ചെയ്യുന്ന മെഷീൻ നമ്മൾ ഓക്സിലറി മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലുള്ളൊരു ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇങ്ങനെ ഓരോ മെഷീനെ കാസ്കേഡ് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ എന്താ പറയുക കാസ്കേഡിങ് ഓഫ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുക. അതും ഒരു ടൈപ്പ് ഓഫ് സ്പീഡ് കൺട്രോൾ തന്നെയാണ്. അത് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇതിലൊരു ചോദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന മെഷീനുകൾ മിക്കപ്പോഴും ഏതാണെന്ന് വെച്ചാൽ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ തന്നെ വേണം. ഓക്കെ, രണ്ടാമത് കൊടുക്കുന്ന ഓക്സിലറി മെഷീനുകൾ സ്ലിപ്പ് ഓവർ ആവാം അല്ലെങ്കിൽ സ്ക്വിറൽ കേജ് ആയാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, പക്ഷേ ഇവിടെ ഫസ്റ്റ് കാസ്കേഡ് ചെയ്യുന്ന സാധനം നിർബന്ധമായിട്ടും എന്താവണം സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മെഷീൻ ആവണം. ഓക്കെ, സിമിലർലി കാസ്കേഡിങ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, ക്യൂമുലേറ്റീവ് ഉണ്ട്, അതുപോലെ ഡിഫറൻഷ്യലും ഉണ്ട്. ഓക്കെ, ക്യൂമുലേറ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ട് ഡിഫറൻഷ്യലും ഉണ്ട്. അപ്പോൾ ക്യൂമുലേറ്റീവ് കാസ്കേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ ടോർക്ക്, നമ്മൾ 2 ഇൻഡക്ഷൻ മെഷീൻ ടോർക്ക് ബൈ ബോത്ത് ഇൻഡക്ഷൻ മെഷീൻ ആർ ഇൻ ദ സെയിം ഡയറക്ഷനിലാണ് ടോർക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. whereas in differential the torque by both induction machine are in the opposite direction. ഇവിടുത്തെ ടോർക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ക്ലിയർ? അപ്പോൾ ആ ഒരു പോയിൻറ്റ്സ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ കാര്യമായിട്ട് നോട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും സ്പീഡ് കൺട്രോൾ മെത്തേഡ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതിൽ വരുന്ന ചോദ്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്തത് പറഞ്ഞു തന്നത്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണെന്ന് ചോദിക്കുന്നതെന്നും ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, മനസ്സിലാവും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രീക്വൻസി കൺട്രോളിൽ നമ്മളൊരു ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടേഴ്സ് എബോവ് ബിലോ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാ. ഇപ്പോൾ ഇതിങ്ങനെ ഒരു ഗ്രാഫാണെങ്കിൽ ഇതെങ്ങനെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരും. ഓക്കെ, നെക്സ്റ്റ് ഒരു ഗ്രാഫ് ഇതാണ് സംഭവം. അപ്പോൾ ഇത് നമ്മൾ ടോർക്ക് എടുക്കുകയാണെങ്കിലും ഇത് പവർ എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് കോൺസ്റ്റൻ്റ് ആണ്? ഇവിടെ ടോർക്ക് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇവിടെ പവർ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് റേറ്റഡ് സ്പീഡ്. ഇതാണ് റേറ്റഡ് സ്പീഡ് അല്ലെങ്കിൽ ഓക്കെ. അപ്പം ഇവിടെ ഈ ടോർക്ക് കോൺസ്റ്റൻ്റ് ആവുന്ന സമയത്ത് തന്നെ ഇവിടെ ആരാണ്? ഇവിടെ പവർ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? പവർ എന്താണ്? വേരിയബിളാണ്. ഇവിടെ എന്താണ്? ഇവിടെ ടോർക്ക് വേരിയബിളാണ്. ക്ലിയർ? അപ്പോൾ അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻറ്റ് ടോർക്ക് മെത്തേഡിൽ നമ്മളെ സ്പീഡ് എന്തായിരിക്കും? ബിലോ റേറ്റഡ് സ്പീഡായിരിക്കും. നമ്മൾ കോൺസ്റ്റൻറ്റ് പവർ മെത്തേഡിൽ സ്പീഡ് എന്തായിരിക്കും? എബോവ് റേറ്റഡ് സ്പീഡായിരിക്കും. ഇതിനെ വിളിക്കുന്ന പേര് ബിലോ റേറ്റഡ് സ്പീഡ് എന്ന് വിളിക്കുന്ന DC മെഷീനിൽ വിളിക്കുന്ന ആർമേച്ചർ കൺട്രോൾ എന്ന് വിളിക്കും. എബോവ് റേറ്റഡ് സ്പീഡിൽ വിളിക്കുന്ന പേരാണെന്ത്? നമ്മളുടെ ഫീൽഡ് കൺട്രോൾ അല്ലെങ്കിൽ ഫ്ലക്സ് കൺട്രോൾ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഫ്ലക്സ് കൺട്രോൾ ടെക്നിക്ക് എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇതാണ് നമ്മുടെ 2 ടൈപ്പ് ഓഫ് മെത്തേഡ്സ്. ഓക്കെ, ആ 2 മെത്തേഡ്സും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് നെക്സ്റ്റ് കാര്യങ്ങൾ. നമ്മൾക്ക് കുറച്ചും കൂടി നമുക്ക് ഇൻഡക്ഷൻ മെഷീനിൽ നമുക്ക് എന്ത് ചെയ്യാണ്ട് ഡിസ്കസ് ചെയ്യാണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.